കുട്ടികൾ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചാണ് പലരും നമ്മുടെ ചുറ്റിനും ജീവിക്കുന്നത്. അവർക്കെന്താ, അവർ ഹാപ്പി അല്ലേ? എന്നാൽ കുട്ടിക്കാലത്തുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും മാനസിക പ്രശ്നങ്ങളെ കുറിച്ചും നമ്മൾ ആരും ചിന്തിക്കുന്നുമില്ല, അതിനത്ര പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുമില്ല. കുട്ടിക്കാലത്ത് അവർ നേരിടുന്ന ഓരോ സ്ട്രെസ്സിനും ആങ്സൈറ്റിക്കും എല്ലാം കാരണം അവരുടെ പാരന്റ്സ് തന്നെയാണ്. സുരക്ഷിതമല്ലാത്ത ഒരു കുടുംബാന്തരീക്ഷം ഒരു കുട്ടിക്ക് ലഭിക്കുന്നത് വഴി തന്റെ അഭിപ്രായങ്ങൾ, തീരുമാനങ്ങൾ, വികാരങ്ങൾ ഇതൊന്നും വ്യക്തമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാനും പ്രകടിപ്പിക്കാനും കഴിയാത്തൊരു വ്യക്തിയായി ആ കുഞ്ഞ് മാറുകയാണ്. പിന്നെ അവർ ചെയ്യുന്ന ചെറിയ തെറ്റിന് വലിയ ശിക്ഷ നൽകുന്നത് വഴിയോ അവർ പിന്നീട് തെറ്റുകളെ ഒളിച്ചു വെക്കുന്ന രീതിയിലോ തെറ്റുകളെ വരാത്ത രീതിയിലുള്ള പെർഫെക്ഷനിസ്റ്റ് ആകാനോ ആയിട്ടായിരിക്കും ശ്രമിക്കുന്നത്. എന്തൊരു മാനസിക സമ്മർദ്ദമാണത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നത് വഴി നിങ്ങളുടെ കുട്ടിയുടെ യഥാർത്ഥ താല്പര്യം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള അവകാശം പോലും നിങ്ങൾ നിഷേധിക്കുകയാണ്. വല്ലാതെ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞാണ് പിന്നീട് ആ കുട്ടി വളരുന്നത്. അത് മാത്രമോ, നമ്മുടെ എക്സ്പെക്ടേഷൻസിന്റെ വലിയൊരു ഭാരമായിരിക്കും ഓരോ കുട്ടിയും വളർന്നു വരുമ്പോഴേ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതവർക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുട്ടിക്കാലത്തുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി വളർന്നു കഴിയുമ്പോഴും വ്യക്തിത്വ രൂപീകരണത്തിലുമൊക്കെ നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവർക്ക് തെറ്റായ രീതിയിലുള്ള ഒരു കുട്ടിക്കാലമാണ് ലഭിക്കുന്നത് എങ്കിൽ അതിന്റെ കുറ്റവാളി അവരുടെ പാരന്റ്സ് തന്നെയാണ്.